ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു അവൽ കൊണ്ടുള്ള ഒരു ലഡുവാണ്. മധുരം ഇഷ്ടമുള്ളവര് വേഗം പോയി ഉണ്ടാക്കിക്കോട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ലഡുവാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ 2 ആഴ്ച വരെ സൂക്ഷിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ. ഞാൻ കുറച്ച് ഈന്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി, 4 ടീസ്പൂൺ പാൽപ്പൊടി, കുറച്ച് കശുവണ്ടി, കുറച്ച് മുന്തിരി. ഇത് 1/2 കിലോ അവലാണ്. വറുക്കാത്ത അവലാണ്. അത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തേണ്. ഇത് അരമുറി തേങ്ങയാണ്. അതും ഞാനൊന്ന് മിക്സിയിലൊന്ന് ചായച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി, പിന്നെ കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട്. ഇപ്പൊ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ അത്യാവശ്യം അങ്ങോട്ട് മൂത്ത് വരണ്ട, ഒന്നിങ്ങനെ വറുത്തെടുത്താൽ മതിയേ. അത്യാവശ്യം ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് ചുറ്റിനും ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കശുവണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റിനും നീക്കി കൊടുത്തിട്ട് നെയ്യ് നടുക്കോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കശുവണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കശുവണ്ടിയും മുന്തിരിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുക്കാതെ ഇനി എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലായിടവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അത്യാവശ്യം എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ പൊടിച്ചു വെച്ചിട്ടുള്ള അവല് ഇട്ട് കൊടുക്കാം. അവലിട്ട് കൊടുക്കുവാണേ. ഇനി എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ശരിക്കും അവലാന്ന് അറിയത്തേ ഇല്ല കേട്ടോ. നല്ല അടിപൊളിയാണേ. എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ പാൽപ്പൊടിയും 4 ടീസ്പൂൺ പാൽപ്പൊടിയും 2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുവാണേ. ഗോതമ്പ് പൊടിയുടെ ഒരു പച്ചമണം ഇല്ലേ, അത് മാറണ വരെയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കൈവിടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടി നമ്മൾ ചൂടോടുകൂടി ചേർത്തത് കൊണ്ടിട്ട് ചിലപ്പോൾ കട്ട പോലെ വരാൻ ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
കൈവിടാതെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണേ. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമ്മുടെ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് നമ്മുടെ ശർക്കരപ്പാനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒറ്റയടിക്ക് ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 തവണയായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായി എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം. അത്യാവശ്യം എല്ലാം ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ശർക്കരപ്പാനി നന്നായിട്ട് ചൂടായിട്ട് നമ്മുടെ പൊടികളിലേക്ക് ശരിക്കും പിടിക്കും. എന്നിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഒരു 5 മിനിറ്റ് നന്നായിട്ട് കൈ വിടാതെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണേ. ഇപ്പതേ നമ്മുടെ ശർക്കരപ്പാനി എല്ലാത്തിലോട്ടും പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു പരുവനാകുമ്പോഴത്തേക്കും ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇളം ചൂടോടുകൂടി ബോൾസ് ആക്കണതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ബോൾസ് ആക്കിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ബോളാക്കിയിട്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ? ഇതേപോലെ ചെയ്തെടുക്കുവാണ്. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇതേ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? കാണാൻ നല്ല ഭംഗിയിൽ, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പാണ്. അങ്ങനെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂലേ അവൽ ലഡു? തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോവുമായി വീണ്ടും വരും. ബൈ.